ചിക്കൻ്റെയും ബീഫിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി തേങ്ങാച്ചോറായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ. അതിനുവേണ്ടി നമ്മളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ പട്ട എടുക്കണം, അതിൻ്റെ ജീരകവും കൂടി എടുക്കണം, പിന്നെ ചെറിയ ജീരകവും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് പാല് പോലെ അരച്ചെടുക്കണം കേട്ടോ. കാരണം ചിലരിതിലേക്ക് തേങ്ങ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളിത് ഫുൾ തേങ്ങ അരച്ച് അതാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇവിടെ ഇങ്ങനെ അരച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് കൊടുത്ത് അതിൽ 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പട്ടയോ മറ്റേ വലിയ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. ഈ സമയം നമ്മൾ നേരത്തെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നോ ആ അരി അരമണിക്കൂർ മുമ്പെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് നോക്കി, ഉപ്പ് കറക്റ്റ് നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ എടുത്ത് കുതിർക്കാൻ വെച്ചിരുന്ന അരിയും കൂടി ചേർത്ത് നമ്മൾക്ക് എത്ര വേവാണോ അരിക്കുന്ന നോക്കിയിട്ട് 2-3 വിസിൽ കേൾപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെയും ബീഫിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഉള്ളവർക്ക് തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ നല്ലോണം അറിയാമായിരിക്കും കേട്ടോ. നമുക്ക് ബിരിയാണി പോലെ തന്നെയാണ് തേങ്ങാച്ചോറ്. എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മൾ തേങ്ങാച്ചോറ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റാ.